പുനലൂർ MLA ആയിരുന്ന അഡ്വക്കേറ്റ് സാമുമന്റെ ഓർമ്മയ്ക്കായി കുളത്തൂപ്പുഴ കേന്ദ്രമാക്കി രൂപീകരിച്ച സാമുമൻ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം കുളത്തൂപ്പുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദമായ പെരുമാറ്റം കൊണ്ട് എല്ലാവരെയും ആകർഷിച്ച നേതാവായിരുന്നു ശ്രീ സാമുമൻ. കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ ഈ ജില്ലയുടെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു. വളരെ വലിയ തോതിൽ പാർട്ടിയെ വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന പാർട്ടിയായി മുന്നോട്ട് നീങ്ങുകയാണ്. നമുക്കറിയാം, സംസ്ഥാന പാർട്ടികൾക്കുള്ള പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന പാർട്ടികൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിലും സംസ്ഥാന പാർട്ടികൾ കൂടാതെ ഒരു ഗവൺമെന്റ് ഉണ്ടാകില്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. ആ നിലയിൽ സംസ്ഥാന പാർട്ടികളുടെ പ്രസക്തി വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ 29 വർഷത്തിന് ശേഷവും ശ്രീ സാമുമനെ അനുസ്മരിക്കുവാൻ, കേരള കോൺഗ്രസിന് വലിയ സംഭാവനകൾ അദ്ദേഹം അനുസ്മരിക്കുവാൻ മുൻകൈയെടുത്ത ശ്രീ ബാബുമ്മനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ബെന്നി കക്കാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേരള കോൺഗ്രസ് M ജില്ലാ ജനറൽ സെക്രട്ടറി തടിക്കാട് ഗോപാലകൃഷ്ണപിള്ള സാമുമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള കോൺഗ്രസ് M സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും സാമുമന്റെ സഹോദരനുമായ ബാബു ഉമ്മൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P തങ്കച്ചൻ, ജില്ലാ ജനറൽ സെക്രട്ടറി K അനിൽ, എബ്രഹാം മാത്യു, ഡാനിയൽ ജോൺ, SM ഷഫീഖ്, K ജോണി, അഞ്ചൽ രാമചന്ദ്രൻ, UDF കുളത്തൂപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ റോയ് ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. സാമുമന്റെ ഓർമ്മ പുതുക്കുന്ന KM മാണിയും PJ ജോസഫും ആത്മാർത്ഥതയുണ്ടെങ്കിൽ സാമുമന്റെ പേരിൽ അറിയപ്പെടുന്ന സാംനഗർ നിവാസികൾക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ മുൻകൈയെടുക്കാൻ തയ്യാറാകണമെന്ന് റോയ് ഉമ്മൻ പറഞ്ഞു. ഫൗണ്ടേഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച നിസാം അമ്മാസ്, ആശാ രമേശ്, ആരോമൽ സത്യൻ എന്നിവർക്ക് പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡും PJ ജോസഫ് സമ്മാനിച്ചു. അദ്ദേഹത്തിന് ക്യാഷ് അവാർഡും അതുപോലെ ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ ഈ സിനിമ ഒരു പ്രചരണമാക്കി മാറ്റാൻ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.